എല്ലാവർക്കും നമസ്കാരം. ഓണം സ്പെഷ്യൽ പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ പായസം പരിപ്പ് പ്രഥമനാണ്. ഇതൊരു 2 കിലോ പരിപ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു 12 ലിറ്റർ അളവാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 100 പേരുടെ സദ്യക്ക് നമുക്ക് 2.5 കിലോ പരിപ്പ് വേണം. ഇപ്പൊ നമ്മൾ 100 പേരുടെ അല്ല ചെയ്യുന്നത്, 2 കിലോ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചുവട് കട്ടിയുള്ള ഒരു വാർപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. വേണ്ടത് നമുക്ക് നാളികേരമാണ്. ഇതൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ 2 കിലോ പരിപ്പിന് 12 നാളികേരമാണ്. ഇപ്പൊ അത്യാവശ്യം ഇത്രയും വലിപ്പമുള്ള നാളികേരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് 12 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വലിയ നാളികേരമാണെങ്കിൽ 8 എണ്ണമൊക്കെ എടുത്താലും മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മുടെ പായസത്തിന് ആവശ്യമായ ശർക്കര 5.5 കിലോ ശർക്കരയുണ്ട്. പിന്നെ ശർക്കര വാങ്ങുമ്പോൾ ഇതുപോലെ നല്ല കറുപ്പ് ശർക്കര നോക്കി വാങ്ങുക. അപ്പോഴാണ് പായസത്തിന് നല്ല കളർ ഉണ്ടാവുന്നത്. ഇവിടുത്തെ ശർക്കര വാങ്ങിച്ചു കഴിഞ്ഞാൽ ശർക്കരക്ക് ഉപ്പുണ്ടാകും. അപ്പൊ നമ്മുടെ പായസത്തിന് ഉപ്പ് ചൊവ കൂടുതലായിട്ട് വരും. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പരിപ്പ് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള പരിപ്പ് വെച്ച് പായസം തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റോടെ തന്നെ തയ്യാറാക്കാൻ പറ്റും. നെയ്യാണ് നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് നെയ്യ് എത്രയോ ചേർക്കണോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ പായസം. ഇത് ഒരു 200 ഗ്രാം അളവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 200 ഗ്രാം അളവിൽ കാഷ്യൂസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മസ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനത് ചേർക്കാറില്ല. പ്രഥമനായതുകൊണ്ട് ഞാനതിൽ ചേർക്കാറില്ല. പിന്നെ ഈ ഒരു കൽക്കണ്ടം നമ്മൾ ഈ കൽക്കണ്ടം എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ശർക്കര പായസത്തിന്റെ ആ കുത്തൽ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പായസത്തിന്റെ ആ ഒരു ടേസ്റ്റിനായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഏലക്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കും ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കദളിപ്പഴമാണ് കേട്ടോ. സംഭവം നമ്മുടെ പായസത്തിലേക്ക് ചേർക്കുമ്പോൾ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ്. ഇത് കാറ്ററിംഗുകാരുടെ സീക്രട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഒരു സീക്രട്ടും കൂടി ഉണ്ട്. അത് ഞാൻ അവസാനം വരെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ലൊരു പായസം തയ്യാറാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനിയും ഒറ്റൊരു വീഡിയോ കാണേണ്ടതില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള നല്ലൊരു ഓണാശംസകൾ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് നല്ലൊരു പരിപ്പ് പ്രഥമൻ ഈ ഓണദിനത്തിൽ തയ്യാറാക്കാം. അപ്പം വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഈ ഒരു പ്രഥമൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാനൊരു 10 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീഡിയോ ആത്മാർത്ഥമായിട്ട് കണ്ടെന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്യണേ. അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. പ്രഥമൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് തേങ്ങ ഉടച്ചൊന്ന് തിരുമ്മിയെടുക്കണം. തേങ്ങ തിരുമ്മിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തവി ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് 25 ഈത്തപ്പഴത്തിന് ഞാനൊന്ന് വെള്ളത്തിൽ കഴുകി കുതിർത്താൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയും നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അരിച്ചുകൂടി വെക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച 2 കിലോ ചെറുപയർ പരിപ്പും നല്ലവണ്ണം ഒന്ന് കഴുകി വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് നല്ലവണ്ണം ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇന്ന് വലിയ അടുപ്പിൽ വെച്ചിട്ടാണ് പ്രഥമൻ തയ്യാറാക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് പരിപ്പിനെ ചേർക്കുമ്പോൾ പരിപ്പ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ചെറിയ അടുപ്പിൽ വെച്ചിട്ടാണ് പ്രഥമൻ തയ്യാറാക്കുന്നതെങ്കിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണ്. നമ്മുടെ പരിപ്പിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നു. ഇനി ഞാൻ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു വാർപ്പാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി വാർപ്പൊന്ന് നല്ലവണ്ണം ചൂടായി വരട്ടെ. വാർപ്പിപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നു. ഇനി ഇതിലേക്ക്
നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 200 ഗ്രാം നെയ്യിൽ നിന്നും 150 ഗ്രാം അളവിൽ ഇവിടെ ചേർത്തിട്ടുണ്ട്. നെയ്യിപ്പോൾ നല്ലവണ്ണം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 200 ഗ്രാം അളവിൽ കാഷ്യൂസ് ആണ് ചേർക്കുന്നത്. കാഷ്യൂസ് ചേർക്കുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാഷ്യൂസ് ഒക്കെ കരിഞ്ഞു പോവാൻ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കാഷ്യൂസ് ഒക്കെ മുരിഞ്ഞു വന്നു. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്നും കാഷ്യൂസിനെ കോരിമൊന്ന് മാറ്റാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിസ്മിസ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമാണ് ചേർക്കുന്നത്. കാഷ്യൂസും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച കദളിപ്പഴമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സമയത്തും ചെറിയ തീയിൽ വെച്ച് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കദളിപ്പഴവും നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് ഈ പഴത്തിനെ നെയ്യിൽ നിന്നും കോരി മാറ്റാം. പഴവും ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പരിപ്പാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. പരിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ മെറൂൺ കളറായി വരുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പരിപ്പിനെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപ്പിന്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 5 ലിറ്റർ 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച 12 നാളികേരത്തിൽ നിന്ന് 5 ലിറ്റർ 3-ാം പാലും 3 ലിറ്റർ 2-ാം പാലും 1.5 ലിറ്റർ 1-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത നമ്മുടെ പരിപ്പ് നല്ലതായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഈ ഒരു പരിപ്പ് നമുക്കൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഇത്രയും പാലിന്റെ അളവ് പോരാതെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിട്ടുള്ള നാളികേരത്തിന് കുറച്ചുകൂടെ വെള്ളമെല്ലാം ചേർത്ത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതുമാണ്. ഇനിയിപ്പോൾ നല്ലവണ്ണം തിളച്ചു തുടങ്ങിയ പരിപ്പിനെ അടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പരിപ്പിനെ ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. പരിപ്പിനെ മൂടി വെച്ച് കൊടുക്കുന്നത് ഒരേ സമയം ഒരേപോലെ തന്നെ വെന്ത് കിട്ടുന്നതിനായിട്ടാണ്. അതിനുശേഷം ആ ഒരു മൂടിയുടെ പുറത്ത് തിരുമ്മി പിഴിഞ്ഞ് മാറ്റി വെച്ച നാളികേരത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി തിരുമ്മി പിഴിഞ്ഞിട്ട് ഈ ഒരു മൂടിയുടെ മുകളിലേക്ക് 1 ലിറ്റർ അളവിൽ ചേർത്തിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ആ മൂടിയിലുണ്ടായിരുന്ന വെള്ളം പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ പരിപ്പ് അടിയിലൊന്നും പിടിക്കാതെ വെന്ത് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ആദ്യം മൂടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ തന്നെ പരിപ്പിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കുവാണ്. വീണ്ടും മൂടിയുടെ മുകളില് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൂടിയിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആവിയായിട്ട് തന്നെ നമ്മുടെ പരിപ്പിലേക്ക് ഇറങ്ങി കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ അടിയിലൊന്നും പിടിക്കാതെ തന്നെ പരിപ്പ് വേവിച്ചെടുക്കാനും സാധിക്കും. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് ഇതേ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരിപ്പ് നല്ല വെണ്ണ പോലെ തന്നെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇനി നമ്മൾ ശർക്കര പാനി ചേർക്കുമ്പോൾ പരിപ്പ് വേവാതെ പോകുന്നതാണ്. എങ്കിൽ തന്നെയും ചില പരിപ്പ് നമുക്ക് ഒന്ന് കഴിക്കാനൊക്കെ കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല വെണ്ണ പോലെ തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉടൻ തന്നെ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒരു 5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് പരിപ്പ് അടിയിൽ പിടിക്കാനും സാധ്യത കൂടുതലാണ്. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ശർക്കരപ്പാനി ചേർത്ത് അരമണിക്കൂർ നേരം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള ഈന്തപ്പഴത്തിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചതിന് ശേഷം ഈ ഒരു പ്രഥമനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സീക്രട്ട് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പ്രഥമന് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ ഒരു സീക്രട്ടും നമ്മുടെ കാറ്ററിംഗുകാരുടെയാണ് കേട്ടോ. കാറ്ററിംഗുകാർ പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ രുചി കൂട്ടാനും വേണ്ടിയിട്ട് ചെയ്യുന്ന സൂത്രപ്പണികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പ്രഥമൻ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ലിറ്റർ അളവാണ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പ് നല്ല പോലെ ശർക്കര പാനിയിൽ വറ്റി കുറുക്കി വരുന്ന സമയത്താണ് ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പായസം വീണ്ടും തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 2-ാം പാലിൽ കിടന്ന് നമ്മുടെ പ്രഥമൻ നല്ലവണ്ണം തിളച്ചൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. അതിനായിട്ട് ഒന്നുകൂടി ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. പ്രഥമൻ ഇതുപോലെ വെട്ടി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ധാരാളം പതയെല്ലാം വന്നു തുടങ്ങും. നമുക്ക് ഈ പതയെ തവി വെച്ചിട്ട് ഒന്ന് കോരി മാറ്റേണ്ടതാണ്. നമ്മൾ ചേർത്തിട്ടുള്ള ശർക്കരയിലെ അഴുക്കുകളാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മുടെ പ്രഥമൻ നല്ലവണ്ണം വെട്ടി തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച കദളിപ്പഴവും കൽക്കണ്ടവും ഏലക്കയും കൂടി ചേർത്തിട്ട് വെണ്ണ പോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതിന് ശേഷം
തിളച്ചുകൊണ്ടിരിക്കുന്ന പ്രഥമനിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു സീക്രട്ടും കാറ്ററിംഗുകാരുടെ തന്നെയാണ്. ഇനിയിപ്പോ ഇതുകൂടി ചേർത്ത് വീണ്ടും നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഉരുളി മുഴുവനും തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നത്. എങ്കിൽ തന്നെ കുറേശ്ശേക്ക് എന്റെ കയ്യിലേക്ക് തുള്ളിത്തിളച്ചൊക്കെ വീണിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ വലിയൊരു പാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതൊക്കെയും വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് ഈ ഒരു ചെറിയ കേസൊന്നും മുഖവിലയ്ക്ക് എടുക്കാറില്ല കേട്ടോ. പഴമരച്ച് ചേർത്തതിന് ശേഷവും നമ്മുടെ പ്രഥമൻ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുവാണ്. വെട്ടിത്തിളച്ച് നല്ല കുറുക്കു രൂപത്തിലേക്കായി വരണം. അതുവരെയാണ് നമുക്ക് ഇളക്കി തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടത്. ഞാൻ ഈ പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങിയത് രാവിലെ 9:20 ഇപ്പോൾ സമയം രാത്രി 7:10 ആയിട്ടുണ്ട്. ഇത്രയും സമയം ആവശ്യമായി വന്നു എനിക്ക് ഈ പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പാല് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 പാല് 1.5 ലിറ്റർ അളവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം പാല് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല 1 പാല് തിളച്ചൊക്കെ പോവാൻ സാധ്യതയുണ്ട്. പാല് തിളച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ പ്രഥമൻ പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 1 പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല കാഷ്യൂസ് ആണ് ചേർക്കുന്നത്. ഞാൻ ഈ പ്രഥമനിലേക്ക് കിസ്മസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്കത് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതുമാണ്. അങ്ങനെ വളരെ തന്നെ പ്രസിദ്ധി ആർജിച്ച നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.